സന്ധ്യേ സന്ധ്യേ ദാ വരണോ. ദാ ഇതാ ഞങ്ങളുടെ സന്ധ്യക്കുട്ടി. സന്ധ്യക്ക് വരെ മനസ്സിലായല്ലോ അല്ലേ? ഇന്നലെ വൈകിട്ട് വരേണ്ടവർ ഇപ്പോഴാ എത്തിയിരിക്കുന്നത്. ഹലോ ഹലോ, ഐ എം ഭാമ. ഐ എം അശ്വതി. ഐ എം ബിന്ദ. ഐ എം രശ്മി. ഡാഡി. മോളെ ഇവർക്കുള്ള മുറി കാണിച്ചു കൊടുക്ക്. ചെല്ല്. വരൂ. ആരാ അപ്പുറത്ത് താമസിക്കുന്ന ആ കാട്ടാളൻ? കാട്ടാളനോ? എവിടെ താമസിക്കുന്നു? ദേ ആ വീട്ടില്. ഞങ്ങളൊന്ന് ഫോൺ ചെയ്യാൻ ചോദിച്ചപ്പോൾ അയാൾ ആട്ടി ഓടിച്ചു. അയ്യോ, അത് എസ് പി സാറാ. അവിടെ സാറും കുരുവിയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. കുരുവിയോ? കുരുവി എന്ന് പറഞ്ഞാൽ കുരുവിള. ആള് എസ് പി സാറിന്റെ പി എ. കുരുവിന്ന് കേട്ടപ്പോ ഞാൻ ഭാര്യയാണെന്ന് വിചാരിച്ചു. ഭാര്യയോ? അതിന് എസ് പി സാർ വിവാഹമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അതെന്താ, പ്രേമനരേശാണോ? ആ എങ്കിൽ എസ് പി സാറിന് വെറുതെ വിടാൻ പാടില്ലല്ലോ. ആരാന്ന് പോയി നോക്കണോ? അത് പോയി നോക്കിട്ട് വന്ന് കുടിച്ചാ പോരെ? താനും ഞാൻ വന്നിട്ട് കുടിച്ചാ മതി. അത് വരെ ഇത് വിടിയിരിക്കട്ടെ. അങ്ങനെ ഒറ്റയ്ക്ക് കുടിച്ചാൽ ശരിയാവില്ലല്ലോ. എസ് പി സാറില്ലേ? ദാ അവിടെ പുതിയതായി വന്ന ചേച്ചിമാര് തന്നതാ എസ് പി സാറിന് കൊടുക്കാൻ. ഓ, ഇതാണ് കുരുവി. എസ് പിക്ക് ഒരു കൊറിയർ ഉണ്ട്, വന്ന് ഒപ്പിട്ട് മേടിച്ചോ. ആ വരണോ. കൊറിയറോ? എവിടെ? ദേ ദൂരേന്നൊന്നും അല്ല, തൊട്ടടുത്ത് തന്നെ. ഒപ്പിട്ട് മേടിച്ചോ. അതാ പൂവോ? പൂവല്ല, പൂന്തളിരല്ല, ഹൃദയമാ. ആ പെയിൻ ഗസ്റ്റുകളുടെ മേടിച്ച് ചെവിട്ടിൽ വെച്ച് കുറച്ചു നേരം ഇങ്ങനെ തുള്ളടോ. ചെമ്പരത്തി പൂവല്ലേ കൊടുത്തയക്കണ്ടേ? പൊട്ടെന്ന് വരുന്നിട്ടില്ല, അതിനു മുമ്പേ തുടങ്ങി. നിന്നെ മേലാ നിന്നെ പരിസരത്ത് കണ്ടുപോരുത്. കള്ള തിരുമാലി. ഉടുക്കത്തെ പിടുത്തു. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? ഒരു കുഞ്ഞു ചെക്കന്റെ ചെവി പിടിച്ച് ആരെങ്കിലും ഇമാതിരി പിരിക്കോ? അത് പറഞ്ഞു പോരാഞ്ഞൊരു ഭാഗ്യം. അല്ലെങ്കിൽ അവനത് വേണം. ഇവരുടെ വാക്കായിട്ട് അവനെന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോയേ? അതിന് ഞാൻ അറിഞ്ഞോ അയാൾ ഇങ്ങനത്തെ ഒരു കണ്ടവർ പോണെന്ന്? സാധാരണ പെമ്പിള്ളേരുടെ കത്തും പൂമൊക്കെ കൊണ്ടു കൊടുത്താൽ നല്ല കാശ് കളയുന്നതാ. ഇങ്ങനൊരു ആക്രമണം ആദ്യമായിട്ടാ. പോട്ടെടാ ജോമോനെ, ഇതിനുള്ള പണി അയാൾക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിന്? അയാൾക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. ഇത് കണ്ടോ? അയ്യോ, ഇതുകൊണ്ട് ഞാൻ അയാളെ എറിഞ്ഞിടും. ദേ ഭാമേ, നിങ്ങളൊക്കെ കൂടിയല്ലേ അവനെ കൊണ്ട് വേണ്ടാത്ത പണി ചെയ്യിപ്പിച്ചേ? അവനോടാ കല്ല് കളയാൻ പറഞ്ഞേ. ഡാടാ അതങ്ങോട്ട് കളഞ്ഞേ. ഇത് ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്ന, അതിൽ പെണ്ണുങ്ങൾ ഇടപെടണ്ട. എന്താണോ ഇത്? ഒരു വക സോഡാ കുപ്പി കണ്ണടയിട്ടുണ്ട്. തനിക്ക് നോക്കി നടന്നൂടെ? ഞാൻ നോക്കി നടക്കാണ്ട് വീണതല്ല, എന്നെ ആരാണ്ട് എറിഞ്ഞു വീഴ്ത്തിയതാ. ആരെറിഞ്ഞു വീഴ്ത്തി? ഇന്ന് നിന്നെ ശരിയാക്കി തരാടാ പന്നിക്കുട്ടി. എസ് പി വെയിറ്റ് ചെയ്യട്ടാ. ഈ ഇഷ്ടിക ഞാൻ അവന് കൊടുത്തിട്ട് വരാം. നീ ഇങ്ങനെ പെട്ടെന്ന് ഓട്ടം ബ്രേക്ക് ഇട്ടോ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടാ. നിക്കടാ, ഒരു കാര്യം പറയാനാ. നീ ഇത് കൊണ്ടൊക്കോ. അപ്പൊ നിനക്ക് വേറെ ആരെങ്കിലും എറിഞ്ഞൂടെ? നിക്കടാ. ആ ആള് വിളിക്കണല്ലോ. ചെറുക്കനെറിഞ്ഞതാ. നിങ്ങക്ക് നല്ല സമയദോഷമുണ്ട്. ഇതൊക്കെ പോട്ടെ, തൈരിന് എന്താ വില ലിറ്ററിന്? എസ് പി ഒരു 300 രൂപ എടുത്തേ, ശമ്പളത്തിന് പിടിച്ചോ. ഇവരൊക്കെ ആരാ? ഫ്രണ്ട്സാ. എന്താ ദേഹത്ത്? കാക്ക തൂറിയതാ. ഇത്രയോ? കാക്കയ്ക്ക് വയറിളക്കായിരുന്നു. രൂപ ശമ്പളത്തിന് പിടിച്ചോളാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണം തന്നെ? മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേറ്റ് നടക്കരുത് കേട്ടാ. ചെല്ലേ ചെല്ലേ. നമസ്കാരം. വളരെ മാന്യമായിട്ട് ആളുകൾ താമസിക്കുന്ന അന്തസ്സുള്ളൊരു ഹൗസിംഗ് കോളനിയായത്. അപ്പോ ഇവിടെ താമസിക്കുന്നവർക്കും ആ മാന്യത അന്തസ്സൊക്കെ ഉണ്ടാവണം. എന്താ എസ് പി സാർ പ്രശ്നം? അതെ, നിങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റൽ നടത്താം, പേയിങ് ഗസ്റ്റുകളെ താമസിപ്പിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അയൽവാസികൾക്ക് ശല്യം ഉണ്ടായിക്കൊണ്ടാവരുത് ഒന്നും.
ഞാൻ ആ മതിൽക്കെട്ടിനകത്ത് ജീവിക്കുന്നത് നിങ്ങളുടെ ആരുടെയും കോപ്രായം കാണാനല്ല. മേലാൽ എന്റെ വീട്ടിലേക്ക് നോക്കി ഇവിടെ നിന്ന് ആരെങ്കിലും കൈയും കാലും കാണിച്ചാലുണ്ടല്ലോ പിന്നെ പ്രസവിക്കാനേ നേരണ്ടാവുള്ളൂ. നിർത്തറോ. പറഞ്ഞു കഴിഞ്ഞില്ല നീ അവിടെ ഇനിയുണ്ട്. ഇങ്ങനെയാണോ പെൺകുട്ടികളോട് പെരുമാറുന്നത്? എന്റെ സഹോദരി കൂടെ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് ഓർക്കണം. അതൊക്കെ SP ഓർത്തിരുന്നാ മതി. ഇപ്പൊ ഏറുകൊണ്ടത് എന്റെ ഈ നെഞ്ചത്താ. വിടില്ല ഞാൻ. ഇവളമാരെ ഒരുത്തി ഞാൻ വിടില്ല. എന്നാ ഇവിടെ അച്ഛൻ എല്ലാത്തിനും പോയി കെട്ടിപ്പിടിച്ചോണ്ടിരുന്നത്. സഫാരി ഡ്രസ് ഇട്ടിട്ട് പ്രസവിക്കാന്ന് പറഞ്ഞത് മോശമായില്ലേ? പറഞ്ഞേലി എനിക്ക് പശ്ചാത്താപം ഉണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാം. നിങ്ങൾ പെണ്ണുങ്ങൾക്കൊരു ധാരണയുണ്ട്. നീയൊക്കെ വിചാരിച്ചാൽ ഏതാണിനെയും വളയ്ക്കാന്നും കറക്കിയെടുക്കാന്നൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ തൊലിവെളുപ്പും തുടിപ്പൊക്കെ കണ്ട് നിങ്ങളുടെ പിന്നാലെ വരാൻ ഒരുപാട് കോന്തന്മാരുണ്ടാവും. പക്ഷെ മിസ്റ്റർ കുരുവിളയെയും SP ഒന്നും അതിന് കിട്ടില്ല. അപ്പൊ ശരി, കുരുവിള അങ്കിളിനെ ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു. അങ്കിളോ? ആരുടെ നിന്റെ അങ്കിള്? നിന്റെ ഒന്നും അങ്കിളാവാനുള്ള പ്രായം എനിക്കില്ല. ഞാൻ ഇതുവരെ കല്യാണം പോലും കഴിച്ചിട്ടില്ല. അതറിയാമോ? അയ്യോ, കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ നിങ്ങളെ ഞങ്ങൾ ലൈനിടും. എന്താന്ന്? മിസ്റ്റർ SP-യെയും മിസ്റ്റർ കുരുവിളയെയും ഞങ്ങൾ ലൈനിടും, വലയിൽ വീഴ്ത്തുകയും ചെയ്യും. അതിന് നീയൊന്നും വളർന്നിട്ടില്ലടി കുട്ടി തേവാങ്കുകളെ. എന്നെയും SP-യും വലയിൽ വീഴ്ത്താൻ മാത്രം കഴിവുള്ള ഒരുത്തിയും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. എന്നാ നോക്കിക്കോ, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിനുള്ളിൽ ഈ എന്നെ SP പ്രേമിച്ചിരിക്കും. പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ലാത്ത SP-യുടെ ഹൃദയത്തിൽ ഞാൻ കുടിൽ കെട്ടി താമസിക്കും. എങ്കിൽ നമുക്ക് അതൊന്ന് കാണണല്ലോ. കാണാനൊന്നുമില്ല, അത് നടന്നിരിക്കും. കാണാം. ശരി, കാണാം. നല്ല ഡ്രസ് ഇട്ട ചെറുപ്പക്കാരെ കാണുമ്പോ എല്ലാ പെമ്പിള്ളേർക്ക് ഇത് തന്നെയാ.